വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടിയിട്ട് ഒരു മല കയറാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. പോയിട്ടുള്ളത് പട്ടാമ്പി കൊപ്പത്തേക്കാണ് കേട്ടോ. ഞാനും മിന്നു പിന്നെ അതുപോലെ തന്നെ ആരും ഉണ്ടായിരുന്നു, പിന്നെ അവൻ്റെ അമ്മ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. ഈ പോക്ക് ഒരു പ്ലാനിങ്ങും ഒന്നുമില്ലാതെ പെട്ടെന്നൊരു ഉണ്ടായ പോക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസിന് പോയതാണ് ഇന്നലെ. അപ്പോൾ നാളെ മലയാള മാസം തുലാം 1-ാം തീയതിയാണ്. അവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് പൂജകളും പരിപാടികളൊക്കെ ഉണ്ട്. പോയാലോ എന്ന് വെറുതെ ഒന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒറ്റയടിക്ക് എല്ലാവരും ഓക്കെ പറഞ്ഞ് ഞങ്ങളിതേ പോന്നിട്ടുണ്ട്. ഇന്നലെ പ്ലാൻ ഇട്ടപ്പോൾ നമുക്ക് 8 മണിക്ക് പോവാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് 9 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മണ്ണാർക്കാട് വരെ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് മണ്ണാർക്കാടിന് പെരിന്തൽമണ്ണ ബസ് കയറിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പിന്നെ പട്ടാമ്പി ബസ് കയറി, പിന്നെ അവിടെ നിന്ന് വേറൊരു ബസ്സും കൂടിയും കയറിയിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ വന്നതിൽ ആരും ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വഴി അറിയില്ലായിരുന്നു. പിന്നെ ചോദിച്ച് ഇങ്ങനെ വന്നു നമ്മൾ. പിന്നെ മല കയറുന്നതിൻ്റെ താഴെയായിട്ട് നിർത്തും കേട്ടോ. അതുകൊണ്ട് പിന്നെ വേറെ വഴി തെറ്റിയതൊന്നുമില്ല. നമ്മളിതേ മല കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുള്ളത് നാരായണത്തുഭ്രാന്തൻ്റെ രാരനെല്ലൂർ മലകയറ്റത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മല കയറുന്തോറും ഇതേ ഹൈറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരികയെന്നല്ലാതെ നമ്മൾ എവിടെയും എത്തുന്നില്ല കേട്ടോ. നമുക്കിത് ഒറ്റയ്ക്കന്നെ മല കയറാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴാണ് നാരായണത്തുഭ്രാന്തൻ ആ പാറക്കല്ല് ഉരുട്ടി ഈ മല ഫുള്ള് കയറ്റിയിട്ട് അത് താഴത്തേക്ക് ഉരുട്ടി വിട്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ചിരിച്ചുകൊണ്ട് നേരിടണമെന്നാണ് നാരായണത്തുഭ്രാന്തൻ്റെ ആ ഫിലോസഫിയിൽ പറയുന്നത്. നമുക്ക് മല കയറാൻ വേണ്ടിയിട്ട് 3 വഴിയുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വന്നിട്ടുള്ളത് നാരായണത്തുഭ്രാന്തൻ ആ പാറക്കല്ല് ഉരുട്ടി കയറ്റി ആ വഴി കൂടെ തന്നെയാണ് കേട്ടോ. നമ്മളിതേ കയറി ലാസ്റ്റ് എവിടെ എത്താതായി കുറേ നേരം എവിടെയെങ്കിലുമൊക്കെ നിൽക്കും, പിന്നെയും കുറച്ച് നേരം നടക്കും. അങ്ങനെ കേട്ട് നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കാണാൻ. അങ്ങനെ ഇതേ നമ്മൾ കയറി ലാസ്റ്റ് നാരായണത്തുഭ്രാന്തൻ്റെ ശില്പി കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കാണെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. നമുക്കൊന്നും അവിടെ നിന്ന് വീഡിയോ ഫോട്ടോ പോലും എടുക്കാനിരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് വിട്ട് നിന്നിട്ട് സൂം ചെയ്തൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. നമ്മൾ ഈ തുലാമാസം 1-ാം തീയതിയാണ് വന്നിട്ടുള്ളത്. അതായതുകൊണ്ടാണ് ഇത്രയ്ക്ക് തിരക്ക്. ബാക്കി ദിവസങ്ങളിലൊന്നും ഇത്രയ്ക്ക് തിരക്ക് ഉണ്ടാവാറില്ല. എല്ലാ ദിവസവും 6 മണി മുതൽ 8 മണി വരെ അമ്പലം തുറക്കുന്നുണ്ട്. ഇവിടേക്ക് മല കയറാനൊക്കെ പറ്റും കേട്ടോ. അതെ, നമുക്ക് നിന്നിട്ട് കാര്യമല്ല, പോയി കാണാൻ പറഞ്ഞത്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് എടുത്തുനിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ അത് വലത്തിടണം കേട്ടോ. അങ്ങനെ വലത്തിടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വലത്തൊക്കെ ഇടൽ കഴിഞ്ഞത് ഞങ്ങൾ കുറച്ച് നേരം ആ പറമ്പ് കൂടെയൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുകാനുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടാണ്. അതിനുള്ള അമ്പലത്തേക്ക് തൊഴുകാൻ പോകാനുള്ള വഴി കിടക്കുന്നത് നമ്മൾ മല കയറി വന്നതിൻ്റെ അവിടെയാണ് കേട്ടോ. അങ്ങനെ കുറേ ഒരു 1-2 മണിക്കൂറോളം നിന്നിട്ടുണ്ടാകും നമ്മൾ ആ വരിയിൽ. അങ്ങനെ ദേ ലാസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെ വരി എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം നിന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോണൊക്കെ നമ്മൾ ബാഗിലിട്ട് തൊഴുകാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൊഴുകലൊക്കെ കഴിഞ്ഞത് നമ്മൾ ഇറങ്ങി വരുന്നത് സ്റ്റെപ്പ് വഴിയാണ്. 400ഓളം സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമ്മളിത് ഇന്നൊന്നും ഇറങ്ങി കഴിയില്ല. അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെയും കുറച്ച് നേരം നടക്കും. ഒറ്റയടിക്ക് നമ്മൾ എന്തായാലും ഇറങ്ങിക്കഴിയില്ല, മനസ്സിലായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ അതെ സ്റ്റെപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ ഒക്കെ കാണാണ്ട്. ആ അടിയിലുള്ളത് ഫുള്ളായിട്ട് നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കാണാം കേട്ടോ. പിന്നെ കുറേ നേരം ആരുമൊക്കെ മടുത്തിട്ടില്ല നിൽക്കലാണ്. ഞാനും മിന്നും എല്ലാവരും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, പിന്നെയും നടക്കും, കുറച്ച് നേരം ഇരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കാണ് നടക്കാനും ഒന്നിനും വയ്യാത്തത്. പ്രായമായ കുറേ അച്ചച്ചയൊക്കെ ഉണ്ട്. വടിയൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ മല കയറുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കാണ് ക്ഷീണം, അവർക്കൊന്നും യാതൊരു ക്ഷീണമില്ല. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ടുള്ള വഴി. രാരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം പറഞ്ഞ എൻട്രൻസിൻ്റെ അതേനെ. അതിൻ്റെ താഴെ തന്നെ കുറേ കച്ചവടക്കാരും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയിട്ടുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ. അതൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിച്ചു. അപ്പോഴാണ് പറയുന്നത് നമ്മുടെ മുന്നിലൊരു അച്ചസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ദേവസ്വത്തിൽ വരുന്ന ഒരു അമ്പലം കൂടി ഉണ്ട്. അവിടെയും കൂടിയും പോയിട്ടുള്ളൂ പോകാൻ പറ്റിയാന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ അതും കഴിച്ചുകൊണ്ട് അവിടേക്കുള്ള നടത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശർക്കര മറ്റേ പനം ശർക്കര കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വാങ്ങി അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലും കൂടി എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ അന്നദാനം ഉണ്ട് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഇവിടേക്ക് ഓടി വന്നത്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് അന്നദാനം എല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ കയറി തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പോയിട്ട് വേണം കുളത്തിലും കൂടി പോകാൻ പറഞ്ഞിട്ടാണ്. കുളം കുറേ പേരോട് ചോദിച്ചപ്പോൾ ഒന്നും അവർക്കറിയില്ല. അവർ ഞങ്ങളുടെ മാതിരി ഫസ്റ്റ് ടൈം വരുന്നതോ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് കുറേ കുട്ടികൾ പറഞ്ഞ് അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ കുളത്തിലും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അവിടെ ഈ സൈഡിലായിട്ട് ആ
കേട്ടോ നമ്മുടെ നാരായണത്തുഭ്രാന്തൻ താമസിച്ചിരുന്ന മന വരുന്നത്. നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അവിടെ പോകാൻ പറ്റുന്നത് നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പിന്നെ വെള്ളത്തിലൊക്കെ കളിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ഞാനും ആരും ഒക്കെ ഇട്ട് ആരും എൻ്റെ കൂടെ ഇറങ്ങും, അല്ലാതെ ഒറ്റയ്ക്ക് ഇറങ്ങും. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായി. അങ്ങനെ നമ്മൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാരനല്ലൂർ മലകയറ്റം വ്ളോഗ് ഇത്രയുള്ള വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.